അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് തന്നെയാണ്. എന്തായിരിക്കും ആ ഒരു സ്റ്റോപ്പിംഗ് എലമെന്റ്? എന്തുകൊണ്ടൊരു മലയാളം പോസ്റ്റ് ഗ്രാജുവേറ്റ് JRF നേടണം? ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഭൂമിക മിസ്സാണ്. ഭൂമിക മിസ്സിൻ്റെ JRF ജേണിയെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടും JRF നേടിയെടുത്ത ഒരു ജൈത്രയാത്രയെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. വിൽ ഗെറ്റ് ടു നോ എബൌട്ട് എന്തായിരിക്കും JRF, ഒരു JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾ എന്തെല്ലാം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം, മലയാളത്തിലെ JRFിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നുള്ള കാര്യം നമുക്കിന്ന് നേരിട്ട് ഭൂമിക മിസ്സിൽ നിന്ന് ചോദിച്ചറിയാം. മിസ്സേ നമസ്കാരം. JRF എന്ന് കേൾക്കുമ്പോൾ തന്നെയും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഗവേഷണമാണ്, PhD ആണ്. JRF അത് തന്നെയാണ്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പാണ് JRF എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് പ്രത്യേകിച്ച് പരീക്ഷകളൊന്നും തന്നെ ഇല്ല. ഈ നെറ്റ് പരീക്ഷ തന്നെയാണ്, അതായത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് തന്നെയാണ് JRFനും നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ആ യോഗ്യതയാണ് നേടേണ്ടത്. നെറ്റ് പരീക്ഷ എഴുതി ഏറ്റവും കൂടുതൽ, അതായത് ഹൈ മാർക്ക് നേടിയാൽ മാത്രമേ JRFിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അതായത് 1% JRFിൻ്റെ പാസിംഗ് ക്വാളിഫയിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1%. ഈ 1%-നുള്ളിൽ വന്ന് പെടുന്ന ആളാണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്നത്. ഇനി ഈ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് PhD ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ എവിടെ, ഇപ്പം മലയാളം എന്നുള്ള വിഷയത്തിൽ കവിഞ്ഞ് ഇന്ത്യയിൽ എവിടെയും എൻട്രൻസ് ടെസ്റ്റ് ഇല്ലാതെ നമുക്ക് JRFോട് കൂടി, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോട് കൂടി PhDക്ക് ജോയിൻ ചെയ്യാം. കാരണം ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതകളിൽ PhD ഒരു വലിയ ഘടകമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ PhD കാലയളവിൽ, അതായത് 5 വർഷം സർക്കാർ ചിലവിൽ, സർക്കാർ നൽകുന്ന ഫെലോഷിപ്പ് തുകയിൽ നമുക്ക് പഠനം, ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അതായത് JRF നേടി ആദ്യത്തെ PhDയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യ വർഷങ്ങളിൽ നമുക്ക് ഏകദേശം 37,000 രൂപയടുത്ത് ഫെലോഷിപ്പ് തുകയായിട്ട് ലഭിക്കാറുണ്ട്. പ്ലസ് HRAയും ലഭിക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ ഈ JRF നേടി PhDക്ക് പ്രവേശിച്ച ആദ്യ 2 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ സീനിയർ റിസർച്ച് ഫെലോ ആകും, അതായത് SRF ആകും. അപ്പോഴേക്കും ഈ 37 എന്നുള്ളത് ഏകദേശം 45,000 രൂപയ്ക്ക് മേളിലേക്ക് പ്ലസ് HRA അത്രയും ഒരു തുകയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വലിയൊരു തുക നമുക്ക് സർക്കാരിൻ്റെ ഗ്രാൻഡായിട്ട് ലഭിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ സ്വപ്നമായ PhD ഗവേഷണം എന്ന് പറയുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മെ വളരെ അനായാസമായി എത്തിക്കുന്ന ഒന്നാണ് ഈ JRF എന്ന് പറയുന്നത്. ഇനി മലയാളത്തിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ, കേരളത്തിൽ മലയാളം എന്ന് പറയുന്ന വിഷയം കേരളത്തിൽ തന്നെയാണല്ലോ കൂടുതലും സർവകലാശാലകൾ ഏറ്റവും കൂടുതലുള്ളത്. സർവകലാശാലകളിൽ ഒന്നിലും JRF നേടുന്നവർക്ക് എൻട്രൻസ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് നമുക്ക് ഒരു ഗൈഡിനെ കണ്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടോ, പല യൂണിവേഴ്സിറ്റികളിലും JRF ഉള്ള ആൾ നേരിട്ട് സെൻറ്ററിൽ ജോയിൻ ചെയ്യാമെന്നുള്ളതാണ്. അതിനുശേഷമാണ് ആ സെൻറ്റർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നമുക്ക് ഗൈഡിനെ അലോ ചെയ്ത് തരുന്നത്. അപ്പം അത്തരത്തിൽ നമുക്ക് ഒരു സാധ്യത കൂടി ഈ JRFന് ഉണ്ട് എന്നുള്ളതാണ്. JRF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചു. പക്ഷേ ഈ JRFിലേക്കുള്ള ജേണി, മിസ് JRFിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എപ്പോൾ ആരംഭിച്ചേ? ഞാൻ ശരിക്കും നെറ്റ് പരീക്ഷയെക്കുറിച്ച് കേൾക്കുന്നത് ഡിഗ്രി പഠനകാലത്താണ്. നെറ്റ് പരീക്ഷയെക്കുറിച്ച് കേൾക്കുന്നത് അന്നൊരു പക്ഷേ PG എന്ന് പറയുന്ന ആ കോഴ്സിലേക്ക് അത്തരം സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ PG എന്ന കോഴ്സിലേക്ക് കടക്കുകയും നെറ്റ് എന്താണെന്ന് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. ആദ്യത്തെ ഒരു തവണ എഴുതിയിട്ട് എനിക്ക് നെറ്റ് കിട്ടിയില്ല. നെറ്റ് 1-2 തവണ എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പഠന സമീപനങ്ങൾ മാറ്റേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും ഞാൻ പ്രധാനമായിട്ടും എൻ്റെ ഡിഗ്രി PG കാലഘട്ടത്തിലെ നോട്ടുകളും ആ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പഠനവുമാണ് ഞാൻ നെറ്റ് പരീക്ഷയ്ക്ക് ഉപയോഗിച്ചത്. പ്രധാനമായും ഒരു 6 മാസം നെറ്റിന് വേണ്ടിയിട്ട് പൂർണ്ണമായും മാറ്റിവെച്ചു എന്നുള്ളതാണ്. അങ്ങനെ നെറ്റ് ക്വാളിഫൈ ആവുകയാണ് ചെയ്തത്. നെറ്റ് ക്വാളിഫൈ 3ാമത്തെ അറ്റംപ്റ്റിൽ നെറ്റ് കിട്ടി. ബാക്കി 2 PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ആദ്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആയിരുന്നു. അത് പരാജയപ്പെട്ടു. രണ്ടാമത്തതും കടക്കാനായില്ല, കട്ട് ഓഫിനടുത്ത് വരികയും അത് കടമ്പ കടക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു. 3ാമത്തെ അറ്റംപ്റ്റിൽ നന്നായി പഠിക്കുകയും PG പഠിച്ചിറങ്ങിയ അതേ വർഷം തന്നെ നെറ്റ് കിട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് MPhil ജോയിൻ ചെയ്യുമ്പോഴാണ് നെറ്റ് പരീക്ഷ ഒന്നും കൂടി ഒന്ന് എഴുതി നോക്കുന്നതും. അപ്പോൾ ഒരു 20 ദിവസം, കൃത്യമായി പറഞ്ഞാൽ ഒരു 20 ദിവസം
ഒരു മാസം എന്ന് പറയാം, ഒരു മാസം പൂർണ്ണമായും നെറ്റ് പഠനത്തിന് JRF നേടണം എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി മാറ്റിവെക്കുകയും ഒരു 8 മണിക്കൂർ പൂർണ്ണമായും പഠനത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തപ്പോഴാണ് JRF എന്ന് പറയുന്ന സ്വപ്നം. അതെ സാറിനെ, സാധാരണ ഒരുപാട് ആളുകൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്, ഇപ്പോൾ സീരിയസ് ആയിട്ട് നെറ്റ് പ്രിപ്പറേഷൻ നടത്തുന്ന ആളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് തന്നെയാണ്. പക്ഷെ ഒരുപാട് പേര് പലതവണ നെറ്റ് എഴുതും, പക്ഷെ അവർക്ക് JRFലേക്ക് എത്താനായിട്ട് പറ്റില്ല. എന്തായിരിക്കും ആ ഒരു സ്റ്റോപ്പിംഗ് എലമെന്റ് എന്ന് പറയുന്നത്, ആ ഒരു ബാരിയർ, ആ ഗോൾഡൻ ലൈൻ? അതായത് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി വേണം എന്നുള്ളതാണ്. അതായത് JRF നേടണം എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരിക്കെ തന്നെ ഇത് തുടർച്ച വേണം, നമ്മുടെ പഠനത്തിനൊരു തുടർച്ച വേണം എന്നുള്ളതാണ്. ഇന്ന് പഠിച്ച് ആ ഭാഗം വിടുകയും നാളെ വേറൊരു ഭാഗത്തിലേക്ക് പോവുകയും ചെയ്താൽ പറ്റില്ല. കൃത്യമായ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ ഒരു വിജയത്തിന് പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് എന്നുള്ളതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള തുടർച്ച, പഠനത്തിനൊരു തുടർച്ച ഉണ്ടാവണം, ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ടുണ്ടാവണം. അതെ, പക്ഷേ മിസ് പറഞ്ഞല്ലോ 5 വർഷം കൊണ്ട് നമ്മൾ പഠിക്കുന്ന UG PG സിലബസുകളാണ് മിസ്സിനെ JRFലേക്ക് എത്തിച്ചതെന്ന് പറയുന്നു. ഇതിനെ നമ്മൾ ഒരു 6 മാസത്തെ വിൻഡോയിലേക്ക് നമ്മൾ ചുരുക്കുകയാണ് ചെയ്യുന്നത്. അതായത് 5 വർഷം കൊണ്ട് നമ്മൾ പഠിച്ച സാധനത്തിന് നമ്മൾ 6 മാസത്തിലേക്ക് ചുരുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് കൊണ്ടുവരേണ്ടത്? 6 മാസത്തേക്ക് നമ്മൾ ചുരുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പരിമിതി എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഈ 6 മാസത്തിൽ നമ്മുടെ വീക്ക് പോയിന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എല്ലാവർക്കും ഇപ്പോൾ ചിലർക്ക് ഗ്രാമർ ആയിരിക്കും പാട്, ചിലർക്ക് സാഹിത്യ സിദ്ധാന്തങ്ങൾ പാടായിരിക്കും, ചിലർക്ക് നോവലുകളായിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഏത് ഭാഗമാണോ ബുദ്ധിമുട്ടുള്ളത് ആ ഭാഗത്തെ നോട്ടുകളും ആ ഭാഗത്തെ ഈ വൺ വേർഡ് നോട്ടുകൾ പഠിക്കുന്നതിനേക്കാൾ കുറച്ച് ബൃഹത്തായ അല്ലെങ്കിൽ കുറച്ച് എഴുതിയ നോട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള. അപ്പൊ ആ ഒരു ബാരിയറിനെ ഭേദിക്കാൻ നമുക്ക് കൃത്യമായിട്ട് ഒരു പരീക്ഷയെ സമീപിക്കാനായിട്ട് ഈ ഒരു വായന നമ്മളെ സഹായിക്കും എന്നുള്ളത്. ഒരു വൺ വേർഡ്, ഇപ്പം ഇന്ദുലേഖ എഴുതിയത് ആര് എന്ന് പഠിക്കുന്നതിനേക്കാൾ ഇന്ദുലേഖയുടെ ചരിത്രം തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സമഗ്രമായിട്ട് ആ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീപ്പായിട്ടുള്ള ലേണിംഗ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ മിസ്? അപ്പോൾ ഈ മിസ് ഇപ്പോൾ പറഞ്ഞ പോയിന്റുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പൂർവ്വവർഷ ചോദ്യങ്ങൾ എന്ന് പറയുന്ന നെറ്റിൻ്റെ PYQs എന്ന് പറയുന്ന ഒരു ഫാക്ടർ. അതിന് നമ്മൾ എവിടെ ഈ ഡീപ്പ് ലേണിംഗിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? അതായത് PYQ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട, ഒരു ദിവസം 1-2 PYQകൾ എങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഒരു ദിവസം PYQ ചെയ്തിരിക്കണം എന്നുള്ളത്. ഈ PhD എങ്ങനെ ഈ PYQ നമ്മൾ ചെയ്യണ്ടേ? PYQ എടുക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അതിന്റെ ഓപ്ഷനുകളും ഉണ്ടാകും. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, ശരിയായ എന്തുകൊണ്ട് മറ്റുള്ള ഓപ്ഷനുകൾ തെറ്റായി, ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ A ആണെന്നിരിക്കട്ടെ, എന്തുകൊണ്ട് Bയും Cയും Dയും തെറ്റായി എന്നുള്ളത് നോക്കുക. അപ്പൊ Bയുടെ വിശദീകരണം നോക്കുക, എന്തുകൊണ്ട് ഇതല്ല, ഈ ചോദ്യത്തിനുള്ള ഉത്തരം അല്ല. അങ്ങനെ ഓരോ ചോദ്യങ്ങളും അനലൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രെൻഡ്, എങ്ങനെയൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ചേരുംപടി ചേർക്കാനും പ്രസ്താവന ചോദ്യങ്ങളും വൺ വേർഡ് ചോദ്യങ്ങളും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. പിന്നെ നെറ്റ് പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് PYQ ബാക്കിൽ നിന്ന് തുടങ്ങാതെ ഫ്രണ്ടിൽ നിന്നും തൊട്ട് മുൻപ് നടന്ന പരീക്ഷയിൽ നിന്നും അങ്ങോട്ടേക്ക് തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യം എന്ന് പറയുന്നത്. മിസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നെറ്റ് ക്ലിയർ ചെയ്യുന്നത് അല്ലെ, JRF ക്ലിയർ ചെയ്യുന്നത്? ഇറങ്ങിയപ്പോൾ തന്നെ MPhil ചെയ്തപ്പോഴാണ് JRF ക്ലിയർ ചെയ്തത്. മിസ് അപ്പോൾ ആ നെറ്റിൽ നിന്ന് JRFലേക്ക് പോകുമ്പോൾ മിസ് ഓബിയസ്ലി MPhil എന്ന് പറയുന്നത് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. ഒരു വർഷം ഫുള്ളും. അതെ, അങ്ങനല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകളായിട്ടും റിസർച്ച് ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തികളായിട്ടും എല്ലാം തന്നെ നമുക്ക് നല്ലപോലെ സമയം കൺസ്യൂംഡ് ആവുന്ന ഒരു ടൈമാണ്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഈ JRF പ്രിപ്പറേഷനെ നമ്മളൊരു ടൈറ്റ് ഷെഡ്യൂളിൽ പ്ലേസ് ചെയ്യുന്നത്? അതായത് MPhil പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ PG പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് JRFന് പ്രിപ്പയർ ചെയ്യുകയാണ് ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുക. അതായത് നമ്മുടെ മെയിൻ വിഷയം പഠിക്കാൻ ഒരു പരീക്ഷ അടുപ്പിച്ചായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മെയിൻ വിഷയങ്ങളെല്ലാം വായിച്ചും പഠിച്ചുമൊക്കെ നോക്കുന്നത്. ഒരു ദിവസം ഇത്ര മണിക്കൂർ നെറ്റിന് വേണ്ടി അല്ലെങ്കിൽ JRF നേടാൻ വേണ്ടി മാറ്റി വെക്കും എന്നുള്ള തീരുമാനം മാത്രം മതി. അതിനപ്പുറത്തേക്ക് ഒന്നും വേണമെന്ന് തോന്നുന്നില്ല. ഇപ്പം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് MPhil ചെയ്തത്.
അതുകൊണ്ട് തന്നെ എനിക്ക് ധാരാളം സമയങ്ങളും ധാരാളം പുസ്തകങ്ങളും, വളരെ നല്ലൊരു ലൈബ്രറി ആയിരുന്നു. നമുക്കതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്, നല്ലൊരു ലൈബ്രറി വേണം. നല്ലൊരു ലൈബ്രറി, അപ്പം നമുക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാനും നന്നായി അതിന് പരിശീലിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം എനിക്ക് അവിടെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ JRF വേണ്ടിയിട്ട് ഒരു ദിവസം ഇത്ര മണിക്കൂർ ഞാൻ മാറ്റി വെക്കും എന്നുള്ളൊരു തീരുമാനമാണ് അവിടെ വേണ്ടത്. ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മളുടെ മേജർ സബ്ജക്റ്റിലുള്ള നമ്മളുടെ എക്സ്പെർട്ടീസ് കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ കീപ്പ് ചെയ്യണമെന്ന്. പേപ്പർ 1 എത്രത്തോളം പങ്കുണ്ട് നമുക്ക് JRF എടുത്തിരുന്നത്? പേപ്പർ 1 പലപ്പോഴും കുട്ടികൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പേപ്പർ 1 പാസ്സാവണം എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ, നിങ്ങൾ അതിൽ മുഴുവൻ മാർക്ക് വാങ്ങിക്കൂ എന്നുള്ളതാണ്. 200 മാർക്ക് മുഴുവൻ മാർക്കും അതിൽ വാങ്ങിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മറ്റേത് ബുദ്ധിമുട്ടായി തോന്നിയാലും നിങ്ങൾ JRF ക്വാളിഫൈഡ് ആകുമല്ലോ. അതല്ല, ഇനി പേപ്പർ 1 കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ, എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ അതിനെ തരണം ചെയ്തത് PYQ ചെയ്ത് മാത്രമാണ്. അതായത് ഞാൻ അതിനെ വിശദീകരിച്ച് പഠിക്കാനൊന്നും പോയില്ല, സിലബസ് കവർ ചെയ്ത് പഠിക്കാൻ പോയില്ല. കിട്ടാവുന്നത്രയും PYQകൾ കളക്ട് ചെയ്തു, അത് പരിശീലിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം മോക്ക് ടെസ്റ്റുകളും ചെയ്തു നോക്കി എന്നുള്ളതാണ്. ഓക്കെ മോഡൽ അല്ലെങ്കിൽ പേപ്പർ 1 മൊഡ്യൂളുകളിൽ മിഷൻ ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്ന മൊഡ്യൂൾ ഏതായിരുന്നു? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വളരെ ബുദ്ധിമുട്ട്. ഞാൻ BEd ഉള്ള ആളല്ല, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിരുന്നു. അതെങ്ങനെ തരണം ചെയ്തത്? അത് ഈ പറഞ്ഞ പോലെ BEd എടുത്ത എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, പിന്നെ PYQകളും ചെയ്തു, പിന്നെ ഗൈഡൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്തല്ലേ. റിസോഴ്സുകൾ അവിടെയും കളക്ട് ചെയ്ത് വീണ്ടും നമ്മൾ കുറച്ച് പുറകോട്ടുള്ള ഏരിയാസിൽ നമ്മളെ തന്നെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ആത്യന്തികമായ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ഓക്കെ മിസ്, ഇപ്പോൾ എങ്ങനെയുണ്ട് മിസ്സിൻ്റെ റിസർച്ച് ജേണി? റിസർച്ചിന് മുമ്പ്, JRF മുമ്പും JRF ശേഷവും മിസ്സിൻ്റെ ലൈഫ് എത്രത്തോളം മാറിയിട്ടുണ്ട്? വളരെ വളരെ വലിയൊരു ഷിഫ്റ്റാണ് ജീവിതത്തിൽ, വളരെ വലിയ ഷിഫ്റ്റാണ് JRF നേടി വന്നത്. നമുക്ക് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഗവേഷണം, നമ്മൾ പഠനത്തിലുള്ള നമ്മുടെ ആഴം, അതായത് JRF നേടാൻ നമ്മൾ പഠിക്കുമ്പോൾ തന്നെയും എല്ലാ മേഖലകളെയും മനസ്സിലാക്കാനും, എന്താണ് റിസർച്ച് മെത്തഡോളജി എന്ന് മനസ്സിലാക്കാനും, എങ്ങനെയാണ് ഗവേഷണത്തെ കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കാനുമുള്ളൊരു സാധ്യത ഈ സിലബസിൽ തന്നെ ഉണ്ട്, നെറ്റിൻ്റെ സിലബസിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ പറയുന്ന ഫെലോഷിപ്പാണ്. നമുക്ക് ഒരു 5 വർഷം കൊണ്ട് നമുക്ക് ഏകദേശം 10-20 ലക്ഷം രൂപ എടുത്ത് നമ്മുടെ കയ്യിൽ വരികയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ജീവിതം തന്നെ, ജീവിത സാഹചര്യം തന്നെ മാറുക എന്നുള്ളതല്ലേ. ഇനി ഇതൊന്നുമല്ല, ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഈ 5 വർഷം കൊണ്ട് ഗവേഷണത്തോടൊപ്പം തന്നെ മറ്റ് PSC പോലുള്ള മറ്റ് തൊഴിൽ മേഖലകൾ കണ്ടെത്താനും പരിശീലിക്കാനും ആ പരിശീലനത്തിന് മുടക്കാനുള്ള പൈസയും ഈ കുട്ടിയുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളത്, ജീവിതത്തെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാനുള്ള ഒരു സമയം ഈ JRF കിട്ടും എന്നുള്ളതാണ്. അത് വളരെ നൂതനമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. കാരണം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, ഓബിയസ്ലി റിസർച്ച് എന്ന് പറയുന്നത് സമയവും പണവും ഡിമാൻഡ് ചെയ്യുന്നൊരു ഇതായിരിക്കുമ്പോഴും നമുക്ക് മറ്റു കാര്യങ്ങൾ, നമ്മുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നമ്മുടെ ലൈഫിനെ തന്നെ ഷേപ്പ് ചെയ്യാനുള്ളൊരു റിലാക്സേഷൻ ടൈം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പേരിനോട് ഒരു ഡോക്ടറേറ്റ് ഡിഗ്രിയും നമുക്ക് ഈ 5 വർഷം കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പം ഗവേഷണം എന്ന് പറയുന്നത് പൂർണ്ണമായും സമയമെടുക്കുന്ന, അത് ഓരോരുത്തരുടെ വിഷയം അനുസരിച്ചാണ്. എങ്കിലും മലയാളത്തെ സംബന്ധിച്ച് മുഴുവൻ സമയവും അതിനു വേണ്ടി മാറ്റിവെക്കണമെന്ന് ഇല്ല. കാരണം കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റിവെക്കുകയും മറ്റു തൊഴിൽ പരിശീലനത്തിനോ മത്സര പരീക്ഷകൾക്കോ പരിശീലിക്കാനുമുള്ള സമയവും അതിനുള്ള പണവും അതിനുള്ള സോഴ്സും നമുക്ക് ഈ JRF തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മിസ്, ഞാനിപ്പോൾ മിസ്സിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടൊരു മലയാളം പോസ്റ്റ് ഗ്രാജുവേറ്റ് JRF നേടണം? എന്തുകൊണ്ടൊരു കുട്ടി ഡോക്ടറേറ്റ് അല്ലെങ്കിൽ PhD പ്രോഗ്രാമുകൾ ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ മിസ് എന്ത് പറയും? അതായത് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത്, അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യതയിൽ PhD നിർബന്ധമാണ്. അപ്പോൾ ഓരോ നോംസ് അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ടെങ്കിലും PhD നേടണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. PhD അല്ലെങ്കിൽ നെറ്റ് നെറ്റ് നേടണം എന്നുള്ളതാണ്. PhD അല്ലെങ്കിൽ നെറ്റ് നേടണം എന്നുള്ളതാണ്. ഇനി അതല്ല, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട മലയാളം വിദ്യാർത്ഥി നേരിടേണ്ടി വരുന്ന ചില പരിഹാസങ്ങളും കളിയാക്കലുകളുമുണ്ട്. അതിലൂടെ തന്നെ കടന്നു വന്ന ആളാണ് ഞാൻ. മാതൃഭാഷ പഠിക്കുന്നത് കൊണ്ട് എന്തോ വലിയ പാതകം ചെയ്തു പോയി എന്ന് ആരോപിക്കുന്ന ഒരു സമൂഹത്തിനിടയിലൂടെയാണ് ഞാൻ നടന്നിങ്ങി പോകുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, JRF നേടിയപ്പോൾ ഞാൻ എടുത്ത തീരുമാനം എന്തുകൊണ്ടും ശരി. അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാനിത് പഠിച്ചത്. പക്ഷെ എന്തുകൊണ്ടും ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നുള്ളത് എനിക്കിവിടെ പറയാം. ഇനി ആ JRF എന്തുകൊണ്ട് മലയാളം പഠിച്ചൊരു കുട്ടി JRF നേടണം, അല്ലെ എന്താണ് ആ JRF ആ കുട്ടിക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സുസ്ഥിരമായൊരു ഭാവിയിലേക്ക് ആ കുട്ടിയെ നയിക്കാനായിട്ട് ഈ JRF കഴിയും എന്നുള്ളതാണ്. മലയാളം ഒരു മേഖല അല്ലെങ്കിൽ പോലും മറ്റു ഏത് മേഖലയിലേക്ക് തിരിയാനുള്ള സമയവും
അതിനുള്ള സാഹചര്യവും ഈ JRF നേടുന്നതുകൊണ്ട് ലഭിക്കും. ഒരു മലയാളം പോസ്റ്റ് ഗ്രാജുവേറ്റിന് എന്തെല്ലാം തൊഴിലവസരങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്? മീഡിയയിൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ നേടുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ AI ഒക്കെ വന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. പുതിയതായിട്ട് നമ്മുടെ ടീച്ചിങ് ഫീൽഡിലുണ്ട്, മറ്റൊന്ന് ഈ കോണ്ടന്റ് ക്രിയേഷൻ അങ്ങനെ പോലെയുള്ള സാഹചര്യങ്ങളിലുണ്ട്. ഇങ്ങനെ ഒരു കരിയർ ചോയ്സ് എടുക്കുന്നതിൽ മിസ്സിന് JRF കൂടുതൽ ഹെൽപ്പ് ചെയ്തോ? എന്താണ് മിസ്സിൻ്റെ കരിയർ ഡിഫൈനിങ്ങിൽ JRFിൻ്റെ പങ്ക്? ഇന്ന് 5-10 കുട്ടികളുടെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് JRF പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ നെറ്റ് പരിശീലനത്തിലൂടെയും എൻ്റെ PG ഡിഗ്രി കാലഘട്ടത്തിലൂടെയും MPhil ഡിഗ്രിയിലൂടെയും ഒക്കെ കിട്ടിയ അനുഭവങ്ങളാണ് എനിക്കതിനെ എന്നെ പ്രാപ്തമാക്കിയത് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഓക്കെ, ശരി. അപ്പം ഇതാണ് നമ്മളുടെ JRF ജേണി. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പലരും മലയാളം പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കാം, നെറ്റ് കിട്ടിയിട്ട് എന്ത് കാര്യം, JRF കിട്ടിയിട്ട് എന്ത് കാര്യം, JRF കിട്ടിയ നെറ്റ് കിട്ടിയ ഡോക്ടറേറ്റുള്ള എൻ്റെ സുഹൃത്തുക്കൾ വെളിയിലുണ്ടല്ലോ. പക്ഷേ അവരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, നെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യുന്നൊരു ഫാക്ടർ തന്നെയാണ്. കാരണം നെറ്റില്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജോലിക്ക് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിട്ട് ഒരു പടി താഴെയാണ്. നിങ്ങൾക്ക് അവരോടൊപ്പം എത്തുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് JRFിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്, റിസർച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, ഡോക്ടറേറ്റ് നേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഡോക്ടറേറ്റ് നേടുക എന്നുള്ളൊരു ഘടകത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചു. JRF ഇല്ലാതെ റിസർച്ചിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. അവരിൽ നിന്നും എന്തെല്ലാം വ്യത്യാസങ്ങളാണ് JRF നേടുന്ന ഒരാൾക്ക് ഈ ഒരു ജേണിയിൽ നേടുന്നത്? പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഗൈഡ്ഷിപ്പ് ആയിക്കൊള്ളട്ടെ, ഈ പ്രോസസ്സിൻ്റെ ഒരു ടഫ്നെസ് ആയിക്കൊള്ളട്ടെ, ഡിഫിക്കൽട്ടി ആയിക്കൊള്ളട്ടെ, പല ഘടകങ്ങൾ ഒരു റിസർച്ചർ ഈ 5 വർഷ കാലഘട്ടം അല്ലെങ്കിൽ 7 വർഷ കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും അവിടെ JRF നമുക്ക് നൽകുന്നൊരു മുൻതൂക്കം? അതായത് നെറ്റ് പരീക്ഷ ക്വാളിഫൈ ആയാലും JRF ക്വാളിഫൈ ആയാലും ഈ രണ്ട് പെർസ്പെക്റ്റീവിൽ നിൽക്കുന്ന ആളുകളെ അപേക്ഷിച്ച് JRFിൽ നിൽക്കുന്ന ആൾക്ക് കുറച്ചും കൂടി അനായാസമായിട്ട് ഈ ജേണി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. എൻട്രൻസുകൾ എഴുതണ്ട. പലപ്പോഴും പല യൂണിവേഴ്സിറ്റികളും JRF ഉള്ളവർക്ക് എൻട്രൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ JRF ഉള്ളവർക്ക് സീറ്റ് കൊടുത്തിട്ടേ PhDക്ക് സീറ്റ് കൊടുത്തിട്ടേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കൺസിഡറേഷൻ നമുക്കവിടെ കിട്ടുന്നു. മറ്റൊന്ന്, ഈ 5 വർഷം നമുക്ക് കിട്ടുന്ന ആ ഫെലോഷിപ്പ് തുകയാണ്. നമ്മുടെ ഗവേഷണത്തിന് വിനിയോഗിച്ച ശേഷവും നമ്മുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നൊരു തുകയാണ്. നമ്മളൊരു ഗവൺമെൻറ് ജോലിയിൽ കയറിയാൽ ഒരുപക്ഷെ ഒരു LD ക്ലർക്കിൻ്റെ സാലറിയേക്കാൾ ഏറെ നമുക്ക് ഈ JRFിലൂടെ ഫെലോഷിപ്പിലൂടെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ JRFിലൂടെ ഗവേഷണം പൂർത്തിയാക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഡോക്ടറേറ്റ് ഡിഗ്രിയാണ്. നമ്മൾ ആ വിഷയത്തിലെ ഏറ്റവും ഉന്നതമായ ഡിഗ്രിയാണ് കരസ്ഥമാക്കുന്നത്. ഇപ്പം മലയാളത്തിലെന്നല്ല, ഏത് വിഷയത്തിൽ PhD ചെയ്താലും ആ വിഷയത്തിലെ ഏറ്റവും ഉന്നതമായ ഡിഗ്രിയാണ് നമ്മൾ PhD അല്ലെങ്കിൽ JRFിൽ നേടിയതിലൂടെ PhDയിലൂടെ നമ്മുടെ കയ്യിൽ വരുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ JRF നേടുന്ന കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളെക്കാൾ കിട്ടുന്നൊരു പ്രിവിലേജ് ഉണ്ട്. അതിപ്പം എവിടെ ചെന്നാലും, നമ്മുടെ സ്ഥാപനത്തിലായാലും, നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലായാലും, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലായാലും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. എന്താണ് മിസ്സിന് റിസർച്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, PG കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, നെറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന, നെറ്റ് ആസ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്? ധൈര്യമായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ്. നെറ്റിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. റിസർച്ചിന് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് അതിനുള്ളിൽ ഒരു താല്പര്യമുണ്ടോ, ഒരു പാഷൻ ഉണ്ടോ? റിസർച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു തൊഴിലായോ അല്ലെങ്കിൽ ഒരു പഠന മേഖലയായോ ഒന്നും കാണാതെ അതിനെ ഒരു ഇഷ്ടത്തോടെ, ഒരു പാഷൻ ഉണ്ടോ, റിസർച്ചിൽ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടോ എന്നുള്ളത് സ്വയം തിരിച്ചറിയുക. എങ്കിൽ നിങ്ങൾ അങ്ങനെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും JRF നേടുക, റിസർച്ചിലേക്ക് കടക്കുക. ജീവിതം വിജയം ഉറപ്പാണ് എന്നുള്ളത് തന്നെയാണ്. അതെ, ഇത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. നിങ്ങളെ റിസർച്ചിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പല ഫാക്ടേഴ്സും ഉണ്ടായിരിക്കാം. നിങ്ങളെ നെറ്റ് എഴുതുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഫാക്ടറുകളെ മറികടക്കുന്ന ആളുകൾ മാത്രമാണ് നെറ്റിലേക്ക് എത്തുന്നത്, JRFിലേക്ക് എത്തുന്നത്, റിസർച്ചിലേക്ക് എത്തുന്നത്, അക്കാഡമിക് ഡിസിപ്ലിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് എത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളെ അകറ്റിക്കൊണ്ട്
നമുക്ക് മുമ്പോട്ട് എത്തുമ്പോൾ നമ്മൾ ആ ഒരു തീരുമാനമെടുക്കുമ്പോഴാണ് നമ്മളെ കരിയർ ഡെവലപ്പ് ആകുന്നത്. CCയിൽ ഇപ്പോൾ കറൻ്റ്ലി നമ്മളുടെ ജൂൺ 2026 നെറ്റ് പ്രിപ്പറേഷൻ്റെ വിക്ടറി ബാച്ച് 90 ദിവസത്തെ ലൈവ് ക്ലാസ്സുകളുള്ള എക്സ്പെർട്ട് ഫാക്കൽറ്റീസ്, JRF ഹോൾഡേഴ്സ് ആയിട്ടുള്ള PhD ഹോൾഡേഴ്സ് ആയിട്ടുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നയിക്കുന്ന ലൈവ് ക്ലാസ്സുകളിലൂടെയും മുഴുവൻ സിലബസുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആയിട്ടുള്ള എക്സാംസും ആക്ടിവിറ്റീസും കൊണ്ട് നമ്മളുടെ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന നമ്മളുടെ വിക്ടറി ബാച്ചിൻ്റെ സെക്കൻഡ് ഫേസ് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ബാച്ചിൽ ഇന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ JRF സ്വപ്നങ്ങൾക്കും ചിറക് നൽകാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8086881144 എന്ന് പറയുന്ന ബോർഡ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. നിങ്ങൾക്കും നിങ്ങളുടെ റിസർച്ച് സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാം. നിങ്ങളുടെ അക്കാഡമിക് ഡിസിപ്ലിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ അത് പ്രോംപ്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ആസ്പിരൻസ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ദിസ് ഈസ് മീ അൽഫിൻ അബ്ദുൽ സലാം സൈനിങ് ഓഫ് ഫോർ കോമ്പറ്റേറ്റീവ് ക്രാക്കർ. താങ്ക് യു.